എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ പ്രഭാതം, അനുഗ്രഹത്തിൻ്റെതായ ഒരു ദിവസം ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും നേരുന്നു. ദൈവീക സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം തിരുവചനം. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. ദാനിയേലിൻ്റെ ഒപ്പം ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നപ്പോൾ, അവൻ വീണുപോയ സമയത്ത് അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ആ ദൈവം ജാഗ്രതയോടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ആകുലതകളാലും ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുവാൻ ജാഗ്രതയോടെ നമ്മുടെ സമീപത്ത് സർവശക്തനായ യേശുക്രിസ്തു എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുക. 91-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലുമാണ് ഞാൻ കഴിയുന്നതെന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ആ ദൈവീക സാന്നിധ്യം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അവൻ എൻ്റെ കൈ പിടിച്ച് നടത്തുന്നത് കൊണ്ടാണ് ഞാൻ വീഴാത്തത് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ വീണുപോയാൽ ആ നിമിഷം നിങ്ങളുടെ കരം പിടിച്ചുയർത്തുവാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയാണ് ദൈവം. നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡാണ് ദൈവം. നമ്മൾ അതാണ് ഏറ്റെടുക്കേണ്ടത്. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ദൈവം, അവനാണ് എനിക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ദൈവം. അവനെ മാത്രമാണ് ഞാൻ ആരാധിക്കേണ്ടത്. അവന് വേണ്ടിയാണ് എപ്പോഴും ഞാൻ നന്ദി പറഞ്ഞ് നിൽക്കേണ്ടത്. അവൻ തരുന്നതെന്തും പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിക്കാനുള്ള കൃപതയ്ക്കായി ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരെ ഓരോരുത്തരെയും ദൈവം കൈപിടിച്ച് സ്പർശിച്ച് ഉയർത്തട്ടെ. അവരുടെ അവസ്ഥ എന്തായിരുന്നാലും കർത്താവ് ഈ നിമിഷം ആ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കട്ടെ. ഈ ലോകത്തിലെ യുദ്ധങ്ങൾ ഒഴിവാകുവാൻ,
ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ടോ അതെല്ലാം സമാധാനത്തിലേക്ക് വരുവാൻ, യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ എൻ്റെ കർത്താവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.